it's me Drishya. Welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വാട്ടർഫോൾസ് ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കേക്ക് ബോർഡും പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സും ആണ്. ഈ കേക്ക് ബോർഡിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് കല്ല് പോലെ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പേഴ്സ് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് കല്ല് പോലെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കേക്ക് ബോർഡ് മേലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കല്ലിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഷേപ്പ് കിട്ടുന്ന പോലെ തോന്നും. പിന്നെ ഓരോ കല്ലും ഡിഫറെൻറ്റ് സൈസിൽ എടുത്താലേ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ. ഇതുപോലെ ഞാൻ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊത്തം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലൂവിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ കല്ലുകളൊക്കെ ഉണങ്ങിയതിൻ്റെ ശേഷം ഞാനിവിടെ ഒരു ഗ്രേ കളറ് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് താഴെ മാത്രം വെള്ളം പോരല്ലോ, മേലേന്ന് ഒഴുകി വരുന്ന വെള്ളം കൂടെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് പ്ലേറ്റിൽ. ആദ്യം ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാനത് മെല്ലെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നേരെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കല്ലിൻ്റെ ഇടയിൽ ഇത് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി താഴെയും കൂടെ നമുക്ക് കുറച്ച് വാട്ടറിൻ്റെ എഫക്റ്റ് തോന്നിക്കട്ടെ. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ഗ്ലൂ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസിൻ എടുത്താലും ഇതിനെക്കാട്ടും നന്നായിട്ട് വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് തോന്നിക്കാൻ പറ്റും. ഗ്ലൂ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സും കൂടെ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഒരു ഫേക്ക് പ്ലാന്റിൻ്റെ ചെറിയ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് DIY ആയിട്ടും ചെയ്യാം. ഇനി ഞാൻ നമ്മളെ വെള്ളത്തിന് ഒരു പൊടിക്ക് ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇവിടെ ചെറിയ പുല്ലിൻ്റെ കുറവും കൂടെ ഉണ്ടല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പോഞ്ച് എടുത്തിട്ട് കുറച്ച് ഗ്രീൻ പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ റാൻഡം ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർഫോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.